പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട സുഹൃത്തിന്റെ ഓഡിയോ സന്ദേശം സിദ്ധാർത്ഥന്റെ കുടുംബം പുറത്തുവിട്ടിരിക്കുകയാണ്. സിദ്ധാർത്ഥനെ തല്ലിക്കൊന്നതാണെന്ന് ആ ഓഡിയോയിൽ പറയുന്നുണ്ട്. മൃഗീയമായി സിദ്ധാർത്ഥനെ തല്ലി, അവന്റെ ബാച്ചിലുള്ളവർക്കും പങ്കുണ്ട്, മർദ്ദിച്ചവർ പുറത്ത് നല്ലവരായി അഭിനയിക്കുകയാണെന്നും സന്ദേശത്തിൽ പറയുന്നു. സുഹൃത്തിന്റെ ഓഡിയോ സന്ദേശം പോലീസിന് കൈമാറിയെന്ന് കുടുംബം അറിയിച്ചു. മൃഗീയമായിട്ട് അവന് പട്ടീനെ തല്ലണം, അതിൽ അവനെ തല്ലിയിട്ടുള്ളവര് എല്ലാവർക്കും അവനെ ഹോസ്റ്റലിൽ നടുക്കുവെച്ച് വരുന്നവരും പോകുന്നവരും അവനെ വയറെടുത്തും ബെൽറ്റ് എടുത്തിട്ട് അവനെ തല്ലിയത്. മൃഗീയമായിട്ട് അവനെ തല്ലിയിട്ടുള്ളവര് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അവനെ തല്ലിക്കുന്നത് തന്നെയാണ്. അവന്റെ ബാച്ചിലുള്ളവരും ഇതില് പങ്കുണ്ട്. ഒരാളെ പോലും വെറുതെ വിടരുത്, കൊന്നതാ. അവന്മാര് പുറത്ത് നല്ലവരാന്ന് അഭിനയിച്ചവന്മാരുടെ കഴുകന്മാരെക്കാളും മോശം ആൾക്കാർ. തിരുവനന്തപുരത്ത് നിന്ന് KR സാജു കൂടുതൽ വിവരങ്ങൾ നൽകും. സാജു, സിദ്ധാർത്ഥന്റെ സഹപാഠി തന്നെയാണ് ഇപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ കുടുംബത്തെ അറിയിച്ചത്. അതിൽ എന്തൊക്കെ ഗുരുതരമായ കാര്യങ്ങളാണ് പറയുന്നത്? സിദ്ധാർത്ഥനെ അവർ തല്ലിക്കൊന്നതാണ് എന്ന് തന്നെയാണോ ആ ഓഡിയോ സന്ദേശത്തിലുള്ളത്? ദിവ്യ, മരണത്തിന് മുമ്പ് സിദ്ധാർത്ഥൻ ഏറ്റുവാങ്ങിയ മർദ്ദനത്തിന്റെ ക്രൂരതകൾ ഓരോ ദിവസവും പുറത്തേക്ക് വരികയാണ്. ഇത് ഇപ്പോൾ നമ്മൾ കേട്ട ശബ്ദം സിദ്ധാർത്ഥന്റെ കുടുംബം പോലീസിന് കൈമാറിയിട്ടുള്ള ഒരു ഓഡിയോ സന്ദേശമാണ്. ഇത് സിദ്ധാർത്ഥന്റെ കൂട്ടുകാർ നൽകിയിരിക്കുന്ന ഒരു ഓഡിയോ സന്ദേശമാണ്. ഇതിനകത്ത് പറയുന്നത് വളരെ ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് സിദ്ധാർത്ഥൻ മരണത്തിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് വിശദീകരിക്കപ്പെടുന്നത്. അതിനകത്ത് ആ ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ചവർക്ക് കൂടി പങ്കാളിത്തമുണ്ട് എന്ന വെളിപ്പെടുത്തൽ കൂടിയുണ്ട്. അവരെല്ലാവരും പുറത്ത് നല്ലവർ ചമഞ്ഞ് നടക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ആ ക്ലാസ്സിൽ സിദ്ധാർത്ഥനൊപ്പം പഠിച്ചവർക്ക് പോലും ഈ മർദ്ദനത്തിൽ പങ്കുണ്ട് എന്ന വെളിപ്പെടുത്തൽ അടങ്ങിയ ശബ്ദരേഖയാണ് കുടുംബം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. വളരെ ഗുരുതരമായ പരാമർശങ്ങൾ അതിനകത്ത് ഉണ്ട് ആ ശബ്ദ സന്ദേശത്തിൽ. അതായത് തല്ലിക്കൊന്നതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അതായത് സിദ്ധാർത്ഥൻ മരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട് എന്ന് കുടുംബം ആവർത്തിച്ച് തുടക്കം മുതൽ വ്യക്തമാക്കിയിരുന്നതാണ്. അവർ തുടക്കം മുതൽ ഉന്നയിച്ചിരുന്ന ആരോപണമാണ്. അതിനെ സ്ഥിരീകരിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വേണം നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഓഡിയോയെ കൂടി കാണാൻ. കാരണം അവിടെ കൂടെ പഠിച്ച പല ആളുകൾക്കും പലതും തുറന്നു പറയാനുണ്ട്. പക്ഷേ അവർ ഭയപ്പെട്ടാണ് ഇപ്പോഴും അവിടെ നിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇങ്ങനെ പുറത്തു വരുന്ന ഓഡിയോ സന്ദേശങ്ങളെ കൂടി നമ്മൾ കാണേണ്ടത്. കാരണം ഇപ്പോഴും അവിടെ ഈ അതിക്രമം സിദ്ധാർത്ഥനോട് കാണിച്ചിട്ടുള്ള ഈ ക്രൂരമായ മർദ്ദനത്തിനു ഒപ്പം നിന്നിട്ടുള്ള ആളുകളെ ഭയന്നാണോ അവിടെയുള്ള വിദ്യാർത്ഥികൾ ബാക്കിയുള്ളവർ നിലകൊള്ളുന്നത് എന്നുകൂടി വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കൂടുതൽ വിവരങ്ങൾ. അത്തരം ആരോപണങ്ങളെ ഇതുവരെയും ഉയർന്നു വന്ന പല ആരോപണങ്ങളെയും കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇടയാക്കുന്ന ഒരു ശബ്ദ സന്ദേശമാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം എന്താണ് വെറ്റിനറി സർവകലാശാലയ്ക്കുള്ളിൽ നടന്നത് എന്ന കാര്യത്തിലുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്ക് പോകുന്നു കാര്യങ്ങൾ എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ. അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രതികൾക്കപ്പുറം പ്രതികളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണം നടക്കേണ്ട ഘട്ടത്തെ കൂടിയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. ഏതായാലും വളരെ ഗുരുതര സ്വഭാവമുണ്ട് ഇക്കാര്യത്തിൽ. പോലീസ് ഇനി കൂടുതൽ പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് ഈ ഓഡിയോ സന്ദേശം കൈമാറിയിരിക്കുന്നത്. സ്വാഭാവികമായും അക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം അനിവാര്യമായി മാറുകയാണ്. ദിവ്യ. യെസ് സാജു, ഞാൻ സാജുവിലേക്ക് വരാം. നമുക്കൊരിക്കൽ കൂടി ആ ഓഡിയോ സന്ദേശം കേൾക്കാം. മൃഗീയമായിട്ട് അവന് പട്ടീനെ തല്ലണം, അതിൽ അവനെ തല്ലിയിട്ടുള്ളവര് എല്ലാവർക്കും അവനെ ഹോസ്റ്റലിൽ നടുക്കുവെച്ച് വരുന്നവരും പോകുന്നവരും അവനെ വയറെടുത്തും ബെൽറ്റ് എടുത്തിട്ട് അവനെ തല്ലിയത്. മൃഗീയമായിട്ട് അവനെ തല്ലിയിട്ടുള്ളവര് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അവനെ തല്ലിക്കുന്നത് തന്നെയാണ്. അവന്റെ ബാച്ചിലുള്ളവരും ഇതില് പങ്കുണ്ട്. ഒരാളെ പോലും വെറുതെ വിടരുത്, കൊന്നതാ. അവന്മാര് പുറത്ത് നല്ലവരാന്ന് അഭിനയിച്ചവന്മാരുടെ കഴുകന്മാരെക്കാളും മോശം ആൾക്കാർ. യെസ് സാജു, ഇപ്പോൾ ഇത്രയും ദിവസം മരണം സംഭവിച്ച ഇത്രയും ദിവസമാകുമ്പോൾ സിദ്ധാർത്ഥന് നേരിടേണ്ടി വന്ന കാര്യങ്ങൾ, ആ മർദ്ദനം, ആൾക്കൂട്ട വിചാരണയൊക്കെ നിസ്സാരവൽക്കരിക്കാനുള്ള ഒരു ശ്രമം പുറത്തുനിന്ന് വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കരുതിയതിലും അപ്പുറം വലിയ മർദ്ദനവും വേദനയും സിദ്ധാർത്ഥ് അനുഭവിച്ചിരുന്നു എന്നുകൂടിയല്ലേ ഈ ഓഡിയോ സന്ദേശത്തിൽ നിന്ന് വ്യക്തമാവുന്നത്? തീർച്ചയായും ഈ ഓഡിയോ സന്ദേശത്തിലെ വാക്കുകൾ ഒരിക്കൽ കൂടി നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. അതിൽ സിദ്ധാർത്ഥൻ ഏറ്റുവാങ്ങിയ ക്രൂരത എത്രത്തോളമുണ്ട്, അതിൻ്റെ ആഴം എത്രത്തോളമുണ്ട് എന്നതിൻ്റെ സൂചനകൾ ഉണ്ട് ദിവ്യ. അതിൽ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലി എന്ന പ്രയോഗം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്ര മൃഗീയമായുള്ള അതിക്രമത്തിനാണ് ആ സർവകലാശാല ക്യാമ്പസിനുള്ളിൽ സിദ്ധാർത്ഥൻ ഇരയായത് എന്ന് ഒരിക്കൽ കൂടി
വ്യക്തമാകുന്ന അല്ലെങ്കിൽ കുടുംബം ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്ന ഒരു ഓഡിയോ സന്ദേശമായി വേണം നമ്മൾ ഇതിനെ കാണാൻ. ആ രീതിയിലുള്ള മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നതിൻ്റെ വെളിപ്പെടുത്തലാണ്. സ്വാഭാവികമായും സർവകലാശാല കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ ഇതിനകത്ത് നടക്കേണ്ടതുണ്ട്. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന 18 പേരിൽ തീരുന്നതാണോ ഈ പ്രതിപട്ടിക എന്ന ചോദ്യമുണ്ട്. ഇത്ര വലിയ ക്രൂരത ക്യാമ്പസിനുള്ളിൽ നടന്നിട്ട് അവിടുത്തെ അധ്യാപകരടക്കം അറിഞ്ഞില്ലേ എന്ന കേരളീയ സമൂഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അവരെ കൂടി ഈ പ്രതിപട്ടികയിലേക്ക് വരേണ്ടതല്ലേ? ഈ നിസ്സംഗതയോടുകൂടി ഇതൊക്കെ നടക്കുമ്പോൾ അവരെവിടെ ഉണ്ടായിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും വലിയ ക്രൂരത ആ ക്യാമ്പസിനുള്ളിൽ നടക്കുമ്പോൾ അവരതറിയാതെ പോകുന്നുണ്ടോ, അതോ എല്ലാത്തിനും മറപിടിച്ച് അവർ കൂട്ടുനിൽക്കുകയായിരുന്നോ എന്നതടക്കമുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും വളരെ ശക്തമായി തന്നെ ഉയരുന്ന ഘട്ടമാണിത്. ആ ഘട്ടത്തിൽ ഈ പ്രതിപട്ടികകൾ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുമോ എന്ന ചോദ്യം ബാക്കിയാവുന്നു. പലതരത്തിലുള്ള ഇടപെടലുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നുവെന്ന സൂചനയുടെ വാർത്തകൾ പുറത്തു വരുന്ന ഘട്ടം കൂടിയാണ്. ഒരു മുതിർന്ന CPM നേതാവ് പ്രതികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ ഒപ്പം പോയി എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ വാർത്തകളായി പുറത്തേക്ക് വരുന്നുണ്ട്. സ്വാഭാവികമായും ഈ കേസിന്റെ അന്വേഷണത്തിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി സമീപിക്കേണ്ട ഘട്ടം എത്തിയിരിക്കുന്നു എന്നതുകൂടിയാണ് ഈ ഓഡിയോ സന്ദേശത്തിലെ വെളിപ്പെടുത്തൽ. ഒരാളെ പട്ടിയെ തല്ലുന്നത് പോലെ ഒരു സർവകലാശാല ക്യാമ്പസിനുള്ളിൽ ഇട്ട് തല്ലുക എന്നൊക്കെ പറയുക എന്നുള്ള ഏത് കാലത്ത് എത്ര ക്രൂരതയോടെ എങ്ങനെ പെരുമാറാൻ കഴിയുന്നു എന്നു ഉള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അവിടുത്തെ ഡീൻ അടക്കമുള്ളവർ ഇത്രയും കാലം എന്തെടുക്കുകയായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം വേണം. ഇപ്പോൾ നൽകുന്ന വിശദീകരണങ്ങൾക്ക് അപ്പുറമുള്ള ഒരു അവസ്ഥയിലൂടെയാണ് സിദ്ധാർത്ഥൻ കടന്നുപോയിരിക്കുന്നത് എന്ന് വിശദീകരിക്കപ്പെടുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം തന്നെ